ഓക്കെ, എന്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. ഈ പുസ്തകം ഒന്ന് ചെക്ക് ചെയ്യുക. സാധാരണ ബുക്കാണോ? അതൊരു നോവലാണ്. നഥാനിയൽ ഹോത്തോണിന്റെ ഒരു നോവലാണ്. അത് മാജിക് പുസ്തകമാണോ, അങ്ങനെ വല്ലതുണ്ടോ, പേജുകളൊക്കെ വ്യത്യസ്തമാണോ എന്നൊക്കെ ഒന്ന് ചുമ്മാ നോക്കി ഓടിച്ചു നോക്കി. റോബോട്ടിനെ പോലെയാണ്, പെട്ടെന്ന് നോക്കിയല്ലോ. നോക്കി ഒന്നും കൂടെ വ്യത്യസ്തമായ പേജുകളാണോ? അല്ലേ? ഉറപ്പാണ്? എല്ലാം ഒരുപോലെയാണ്. എല്ലാം ഒരുപോലെയാണ്, എല്ലാം വ്യത്യസ്തമാണ്. പേജ് വ്യത്യസ്തമായ പേജുകളാണ് അല്ലേ? വേറെ പ്രത്യേകതകളൊന്നും ഇല്ലാത്തൊരു ബുക്കാണ്. അപ്പൊ ഞാൻ ഈ പുസ്തകം ഇങ്ങനെ റിഫിൽ ചെയ്യും. അപ്പൊ ഇഷ്ടമുള്ളടത്ത് സ്റ്റോപ്പ് പറയുക. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടമുള്ളടത്ത് സ്റ്റോപ്പ് പറയുക. ഇവിടെ ഇനി കുറച്ചും കൂടെ പോകണമെന്നുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ മതി. എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന ആദ്യത്തെ വാക്ക് അത് മനസ്സിൽ ഓർത്തു വെക്കുക. നോക്കിയാ ഇപ്പം ഒരു വേർഡ് മനസ്സിലുണ്ട്. ആ വേർഡ് മാത്രം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുക. റീസെന്റ് ആയിട്ട് എവിടെയും വണ്ടിയിൽ വീഴുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തായിരുന്നു? ഒന്നുമില്ല. ഇല്ല. 4 അക്ഷരമുള്ളൊരു വേർഡാണ് അല്ലേ? അതിന് ആദ്യത്തെ ലെറ്റർ മാത്രം മനസ്സിൽ കൊണ്ടുവരിക. ജി. വിചാരിക്കുന്ന വേർഡ് ഗുഡ് ആണോ? അതെ. അപ്പൊ ഇതാണ് മെന്റലിസം. മെന്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാജിക് പോലെ മനോഹരമായ ഒരു കലയാണ്. മനുഷ്യന്റെ മനസ്സുകൊണ്ടുള്ള ഒരു കളിയാണ് മെന്റലിസം എന്ന് പറഞ്ഞ ആർട്ട്. അപ്പം മെന്റലിസത്തിന് ഒരുപാട് പല രീതിയിലുള്ള മെന്റലിസത്തിന്റെ പല ഐറ്റങ്ങളുണ്ട്. നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം.